ഹലോ മിസ് ഫുട്ബോൾ വേൾഡ് കപ്പിനോടൊപ്പം തന്നെ മറ്റൊരു വേൾഡ് കപ്പ് കൂടി അരങ്ങേറുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ICC ഇന്റർനാഷണലിന്റെ വുമൻസ് T20 വേൾഡ് കപ്പാണ് ജൂൺ 12 മുതൽ ആരംഭിക്കുന്നത്. ജൂൺ 12 മുതൽ ജൂലൈ 5 വരെയാണ് വുമൻസ് T20 വേൾഡ് കപ്പിന്റെ 10ാമത് എഡിഷൻ ഇംഗ്ലണ്ടിൽ വെച്ച് നടക്കുന്നത്. ജൂൺ 30 ഒന്നാം സെമിഫൈനലും ജൂലൈ 2 രണ്ടാം സെമിയും ജൂലൈ 5 ഫൈനൽ മത്സരവും നടക്കുക. ആദ്യത്തിനായ ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ശ്രീലങ്കയുമാണ് ഉദ്ഘാടന മത്സരം ജൂൺ 12. ന്യൂസിലാൻഡാണ് നിലവിലെ ചാമ്പ്യന്മാർ. അതായത് കഴിഞ്ഞ 2024 വേൾഡ് കപ്പിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തോൽപ്പിച്ചാണ് ന്യൂസിലാൻഡ് അന്ന് ചാമ്പ്യന്മാരായത്. ഇന്ത്യ അടങ്ങുന്നത് ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന ലക്ഷ്യത്തിനാണ്. ഇന്ത്യ ഇതുവരെ ആകെ ഒരു തവണ മാത്രമേ ഫൈനലിൽ എത്തിയുള്ളൂ. അത് 2020 2020 അന്ന് ഓസ്ട്രേലിയ വുമൻസിനോട് 85 റൺസിന്റെ തോൽവിയേറ്റു വാങ്ങി മടങ്ങാനായിരുന്നു ഇന്ത്യയുടെ വിധി. അപ്പോൾ ഇപ്രാവശ്യം ഇന്ത്യയുടെ പെൺപുലികൾ തങ്ങളുടെ ആദ്യ കിരീടം നേരത്തെ നിന്ന് നമുക്ക് ആശംസിക്കാം. 2 ഗ്രൂപ്പുകളിലായിട്ട് 12 ടീമുകളാണ് ഇത്തവണ വേൾഡ് കപ്പിന് മത്സരിക്കുന്നത്. അതിൽ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പിൽ എയിൽ വരുന്ന മറ്റു ടീമുകൾ ഏതൊക്കെ നോക്കിയാൽ ഓസ്ട്രേലിയ, ബംഗ്ലാദേശ്, അതുപോലെ നെതർലാൻഡ്സ്, പാകിസ്ഥാൻ, ദക്ഷിണാഫ്രിക്ക എന്നിവരാണ് ഗ്രൂപ്പ് എയിലെ മറ്റു ടീമുകൾ. ഗ്രൂപ്പ് ബിയിൽ ആദ്യത്തിലായ ഇംഗ്ലണ്ട്, അയർലൻഡ്, ന്യൂസിലാൻഡ്, സ്കോട്ട്ലാൻഡ്, ശ്രീലങ്ക, അതുപോലെ വെസ്റ്റ് ഇൻഡീസ് എന്നിവരാണ് ഗ്രൂപ്പ് ബിയിലും വരുന്നത്. ജൂൺ 14 നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഇതുവരെ T20 വേൾഡ് കപ്പിൽ 8 തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും, അതായത് ഇന്ത്യ വുമൻസും പാകിസ്ഥാൻ വുമൻസും നേർക്കുനേർ വന്നുള്ളത്. അതിൽ 6 തവണയും ഇന്ത്യക്കൊപ്പമായിരുന്നു ജയം. അപ്പോൾ ആ ഒരു കണക്കൊക്കെ അനുസരിച്ച് ഇന്ത്യ ഇത്തവണയും പാകിസ്ഥാനെതിരെ വിജയം നേടുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇന്ത്യയുടെ അടുത്ത മത്സരങ്ങൾ വരുന്നത് ജൂൺ 17 നെതർലാൻഡ്സുമായിട്ടും ജൂൺ 21 ദക്ഷിണാഫ്രിക്കയുമായിട്ടും ജൂൺ 25 ബംഗ്ലാദേശുമായിട്ടും ജൂൺ 28 ഓസ്ട്രേലിയയുമായിട്ടാണ് ഇന്ത്യയുടെ ഗ്രൂപ്പിലെ മറ്റു മത്സരങ്ങളൊക്കെ അരങ്ങേറുന്നത്. ഈ ഗ്രൂപ്പിൽ ആദ്യം എത്തുന്ന 2 സ്ഥാനക്കാർക്കായിരിക്കും സെമിഫൈനലിലേക്ക് കടക്കാനാവുക. അതായത് ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക ഉള്ളൊരു വലിയ മരണ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വേറെ നോക്കൗട്ട് ഗെയിംസ് ഒന്നുമില്ല. ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞാൽ നേരെ സെമിഫൈനലാണ്. അപ്പോൾ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തിയാൽ തന്നെ ഇന്ത്യക്ക് സെമിഫൈനൽ കളിക്കാനാവും. T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ബാറ്റേഴ്സായിട്ട് വരുന്നത് സ്മൃതി മന്ദന, ഷഫാലി വർമ്മ, ജമീമ റോഡ്രിഗ്സ്, അതുപോലെ ബാട്ടി ഫുൾമാലി എന്നിവരാണ് ഇന്ത്യയുടെ ബാറ്റർമാരാണ്. ഓൾറൗണ്ടേഴ്സായിട്ട് വരുന്നത് നമ്മുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, ദീപ്തി ശർമ്മ, അരുന്ധതി റെഡ്ഡി, രാധ യാദവ് എന്നിവരും. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഋച്ച ഘോഷ്, യാസ്തിക ഭാട്ടിയ എന്നിവരുമാണുള്ളത്. രേണുക സിംഗ് താക്കൂർ, ക്രാന്തി ഗൗഡ്, ശ്രീ ചരണി, ശ്രേയങ്ക പാട്ടീൽ, നന്ദിനി ശർമ്മ എന്നിവരാണ് ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പിൽ പന്തെറിയുക. അപ്പോൾ ഹർമൻപ്രീതിനും സംഘത്തിനും ഏകദിന വേൾഡ് കപ്പിന് പിന്നാലെ T20 വേൾഡ് കപ്പും സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തങ്ങളുടെ ആദ്യ T20 വേൾഡ് കപ്പ് ഇന്ത്യ വുമൻസ് നേരത്തെ എന്ന് നമുക്ക് എല്ലാവിധ ആശംസകളും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.